നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എത്ര ആളാടാ? ഞാനിവിടെ വന്നിട്ട് കുറച്ചാളാടാ, 2-3 മാസം. ഇവിടെ ആരൊക്കെ ഉണ്ടോ താമസിക്കാൻ? ഇവിടെ മൊത്തത്തിൽ നെഗറ്റീവ് വൈബാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളടാ. നിന്റെ ലുക്കൊക്കെ ഇങ്ങോട്ട് മാറിയില്ലോടാ. എന്റെ ലുക്ക് മാറിയിരുന്നു. അയാളെ കള്ളു പിടിക്കാത്തോണ്ട് ട്രൈ അടിക്കാൻ തുടങ്ങിയത്. മുടിയൊക്കെ വളർത്തിയിട്ട് എന്റെ ലുക്ക് മാറിയില്ല. ആടാ, നമ്മളെത്ര നാളല്ലേ കണ്ടിട്ട്. നീ എന്ന് ഇവിടെ വന്നോ? നാളെ പോവാ. വീട്ടിലെ അമ്മ ഒറ്റക്കാണ്. സീനൊന്നുമില്ല, വീട്ടിൽ അനിയനുണ്ട്. ഞാനിന്ന് ഇവിടെ കിടക്കാം. അപ്പൊ കുഴപ്പമില്ല. നീ നേരത്തെ പറഞ്ഞ നെഗറ്റീവിന്റെ കാര്യം, അത് ഞാൻ മഞ്ഞേനും ഈ ഫാനിൽ ആരോ കൊണ്ട് തൂങ്ങിച്ചത്ത്. അതിന്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഓടാ, ഈ ഫാനില്ല. ചിരി വരണ്ട നിനക്ക്? ചിരിക്കാൻ പറഞ്ഞല്ല. ആ വാതിലിന്റെ പിടിയുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോ അതിൽ ആരോ വന്ന് ഇങ്ങനെ തുറക്കാൻ നോക്കും. ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. ഒരു ചെറുതടിച്ച് അങ്ങ് കിടന്ന് ഉറങ്ങും. ഇവിടെ കിടന്നു. അതാ ഞാൻ വീട്ടിൽ പോണതാ. അതെന്ത് പറ്റി? അല്ല, അമ്മ ഒറ്റക്കടാ. നീയല്ലേ പറഞ്ഞ അനിയനുണ്ടെന്ന്? അതല്ലടാ, അമ്മ ഒറ്റക്കടാ. അനിയൻ തിരുവനന്തപുരത്തേക്ക് മറന്നു പോടാ. അങ്ങോട്ട് പോയി. അത് നീ കൊണ്ടുപോയിക്കോ. വേണ്ട ഒന്നും, വീട്ടിലേക്ക് ഇതൊക്കെ ആയിട്ട് എങ്ങനെയാടാ പോണേ? നീ എടുത്തോ. ഇത് നീ വെച്ചോ, എന്റെ ഒരു സന്തോഷത്തിന്. ഇതൊന്നും വേണ്ട, അമ്മ ഒറ്റക്കടാ. ഈ വാച്ച് ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇതെങ്കിലും നീ വെച്ചോ, എന്റെ ഒരു സന്തോഷത്തിന്. ഞാനിതിവിടെ വന്നപ്പോ തൊട്ട് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇത് പ്രയോജനം അടിക്കാറില്ല. എനിക്കിത് ഈ വീട്ടിലെ സാധനങ്ങൾ ഇനി എന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ വല്ലതും പറ്റുമോ? ഇനി കളഞ്ഞാ വേറെന്തെങ്കിലും പറ്റുമോ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്താ കയ്യില്? ഇത് കമ്പനിക്കാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നേ. വേണമെങ്കിൽ കുപ്പി കണ്ടിട്ട് ഷാർജയാന്ന് തോന്നുന്നു. ഇത് എവിടെ നിന്നാണ്? എനിക്കുള്ളതാ. പോട്ടെ, അമ്മ ഒറ്റക്കാണ്. ഹലോ, നീ എവിടെ എത്തി? ഞാൻ ദേ വീടിന്റെ അടുത്ത് എത്താറായി. എന്തേടാ? എടാ അഫ്സല്ലേ, പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട്. നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോണം, പെട്ടെന്ന് വരുമോ? உன்னை காக்க யாரு காடு போடாதன போலம் பாத